ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 186 റെഗുലറായിട്ട് ചോദിച്ചു വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം BEGS 186 സാധാരണ 5 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഈ ഔട്ട് ഓഫ് 5 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, 4th and 5th അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4th ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5th ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4th നമ്പറിൽ സാധാരണ ചോദിക്കാറുള്ളത് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, ഏതൊക്കെ കമ്പണൻസ് ആണ് ഇമെയിലിൽ വരുന്നത്, ഏതൊക്കെ പാർട്ടുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളൊരു ഇമെയിലിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5th ക്വസ്റ്റ്യനിൽ സാധാരണ ചോദിച്ചു വരാറുള്ളത് ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് ആണ്. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ സാധാരണ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്രത്തോളം ഡിഫിക്കൽട്ട് ഏറിയിട്ടുള്ളൊരു ടാസ്ക് ഒന്നുമല്ല. പക്ഷേ ഇവിടെ 20 മാർക്സിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രീമിയം ലുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. എന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു 20 മാർക്സിൽ ഒരു 15 മാർക്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. You have just been appointed as an intern at Google. Write an email to your friend informing her about this new experience. അല്ലേ, അപ്പം ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇമെയിൽ ഫ്രണ്ടിന് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലേ. അപ്പം ഈ ഒരു രൂപത്തിൽ ക്വസ്റ്റ്യൻ തരും. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ കോണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഇമെയിലിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇത് കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾ എളുപ്പമാക്കും. കാരണം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇമെയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, കോണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പോയിന്റ് വൈസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പാരഗ്രാഫിലേക്ക് ഈ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്താൽ മതിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ കാണാം, ഡിസ്ക്രൈബ് ദ ന്യൂ വർക്ക് പ്ലേസ്, ഔട്ട്ലൈൻ ദി ചാലഞ്ചസ് ദാറ്റ് യു ഫേസ് there, explain your duties and job profile, share the professional work environment ഓഫ് യുവർ ജോബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 20 മാർക്സ് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ നോർമലി ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കോണ്ടന്റ് മതിയാവില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതുന്നതായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ജൂൺ 2023 അല്ലേ. ഇവിടെ കാണാം സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഒരു BEGS 186 പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മൈനർ വ്യത്യാസത്തോട് കൂടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2024 അതുപോലെ തന്നെ ജൂൺ 2023 ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, യു ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ആൻ ഇന്റേൺ അറ്റ് ഗൂഗിൾ, റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഇൻഫോമിങ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് അല്ല. നോക്ക് നിങ്ങൾ, അതിൽ വളരെ ഒരു ചെറിയൊരു ഒന്നോ രണ്ടോ പോയിന്റ്സ് ഇതിൽ നിന്ന് ഒഴിവാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ഇമെയിൽ അല്ലെ. അതുപോലെ തന്നെ ഡിസംബർ 2023 ചോദിച്ചിട്ട ക്വസ്റ്റ്യൻ ആണ്, യു ഹാവ് ഷിഫ്റ്റഡ് ഫ്രം എ റൂറൽ ഏരിയ ടു എൻ അർബൻ ഏരിയ, റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഇൻഫോമിങ് അബൌട്ട് ദി ചേഞ്ചസ് യു ഹാവ് ഒബ്സർവ്ഡ് അല്ലേ. അപ്പം പലപ്പോഴും ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് കോമൺ ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇതാ ഇവിടെ പോയിന്റ് വൈസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഫ്രം ഇമെയിൽ ഐ ഡി അല്ലേ. ഫ്രം അഡ്രസ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഫ്രം ഇമെയിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ടു ഇമെയിൽ അഡ്രസ്സ്, ആർക്കാണോ നിങ്ങൾ ഇമെയിൽ അയക്കുന്നത് അവരുടെ അഡ്രസ്സും നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം.
പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബ്ജക്റ്റ് ലൈൻ അല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രം ഇമെയിൽ അഡ്രസ്സും ഐ ഡിയും അതുപോലെ തന്നെ ടു ഇമെയിൽ ഐ ഡിയും നിങ്ങളോട് കൊടുക്കാൻ മറന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഫ്രം ഐ ഡിയും ടു അഡ്രസ്സും കൊടുക്കുന്നത് എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ഇമെയിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും അല്ലേ. പക്ഷേ സബ്ജക്റ്റ് ലൈൻ നിർബന്ധമാണ്. സബ്ജക്റ്റ് ലൈന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഏത് ഇമെയിലാണ്, എന്താണ് പേർപ്പസ് എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് സബ്ജക്റ്റ് ലൈൻ കൊടുക്കുക അല്ലെ. ഇൻബോക്സിൽ ഒരുപാട് മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയിലിൻ്റെ ഇടയിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന സബ്ജക്റ്റ് ലൈൻ അല്ലേ. അപ്പം സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കണം, സല്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്ട്രക്ചർ അല്ലേ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷന്, ബോഡി ആൻഡ് കൺക്ലൂഷൻ അല്ലേ. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബോഡിയിൽ എന്തൊക്കെ, കൺക്ലൂഷനിൽ എന്തൊക്കെ വരണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കണം, ഒരു പൊളൈറ്റ് ക്ലോസിങ്ങും ഇമെയിലിൽ ഉണ്ടായിരിക്കണം. അപ്പം ശ്രദ്ധിക്കുക, ഫ്രം ഐ ഡി ടു ഐ ഡി, സബ്ജക്റ്റ് ലൈൻ, സല്യൂട്ടേഷൻസ്, ദെൻ ദി സ്ട്രക്ചർ, ദെൻ ദി പൊളൈറ്റ് ക്ലോസിങ്. അപ്പോൾ നമുക്ക് ഓരോന്നും പെട്ടെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ് ലൈൻ അല്ലേ. നമ്മൾ ഏത് ടോപ്പിക്കിലാണോ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അയക്കുന്നത് ആ ഒരു ടോപ്പിക്ക് വളരെ കറക്റ്റ് ആയിരിക്കണം അല്ലേ. മുകളിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലൈഫ് ഇൻ ദ സിറ്റി അല്ലേ. അപ്പം പിന്നെ ഫ്രണ്ടിനും ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം എവിടെ, യെസ്, ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ you have shifted from a rural area to an urban area. Write an email to your friend informing about the ചേഞ്ചസ് യു ഹാവ് ഒബ്സർവ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും അർബൻ ഏരിയയിലേക്ക്, സിറ്റിയിലേക്ക് ലൈഫ് മാറുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നോക്കി നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ കാണിക്കുന്നതാണ് ലൈഫ് ഇൻ ദി സിറ്റി, സോ മച്ച് ടു ഷെയർ അല്ലേ. അപ്പം ഇതുപോലെ വളരെ ക്ലാരിറ്റി ഉള്ള എന്താണോ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യുന്ന രൂപത്തിലുള്ള സബ്ജക്റ്റ് ലൈൻ ആയിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സല്യൂട്ടേഷൻ അല്ലേ. അപ്പം സല്യൂട്ടേഷൻ നോക്കി നിങ്ങൾ, സല്യൂട്ടേഷൻ ചിലത് നമ്മൾ ഫോർമൽ കോണ്ടാക്ട്സിലായിരിക്കും, ഒഫീഷ്യൽ കോണ്ടാക്ട്സിലായിരിക്കും, ചില ഫ്രണ്ട്സ് ഫാമിലി സർക്കിളിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇമെയിൽ അയക്കുന്നത്, അല്ലെ സെമി ഫോമൽ ആയിരിക്കും. അല്ലെ അപ്പോൾ ഒരു ഫോമൽ കോണ്ടാക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സല്യൂട്ടേഷൻ ആണ് ഡിയർ എന്ന് പറഞ്ഞ അവരുടെ നെയിം ആഡ് ചെയ്യും അല്ലെ. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ഹായ് അല്ലേ എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഏതാണോ നിങ്ങൾ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ രൂപത്തിലുള്ള സല്യൂട്ടേഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. മറ്റൊന്നാണ് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം അല്ലേ. ആ ഒരു ടോണ് നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം പേഴ്സണൽ. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലി ഇടയിലൊക്കെയാണ് നമ്മൾ മെയിൽ അയക്കുന്നതെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ വാം ആൻഡ് പേഴ്സണൽ ആയിരിക്കണം. അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐ റിയലി മിസ് ആ ഈവനിങ് അല്ലേ. ഐ റിയലി മിസ് നോക്ക് നിങ്ങൾ, അതൊക്കെ ഒരു ക്ലോസ്നെസ്സിനെ കാണിക്കുന്നത്, ഇൻറ്റിമസിയെ കാണിക്കുന്നതാണ് ഇല്ല. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ഇൻറ്റിമസി കാണിക്കുന്ന രൂപത്തിലുള്ള വേർഡ്സുകൾ. അപ്പോൾ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കാണിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ അത്തരത്തിൽ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഒരു പൊളൈറ്റ് റെസ്പെക്റ്റ് കാണിക്കുന്നതൊക്കെ ആണെങ്കിൽ നോക്ക് നിങ്ങൾ, ഐ വുഡ് ലവ് ടു ഹിയർ അല്ലേ, ഐ വുഡ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റിനെ കാണിക്കുന്ന രൂപത്തിലുള്ള എക്സ്പ്രഷനും വേർഡ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. പിന്നെ മറ്റൊന്നാണ് സ്ട്രക്ചർ അല്ലെ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓപ്പണിംഗ് അല്ലേ. ഓപ്പണിംഗ് നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അല്ലെ. ഈ രൂപത്തിലുള്ള ബ്രീഫ് ഗ്രീറ്റിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ മെയിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ അയക്കുന്നത്, ആ ഒരു പേർപ്പസ്, ഉദ്ദേശം അല്ലേ. നമ്മൾ പറയും നോക്കി നിങ്ങൾ, ഐ വാണ്ടഡ് ടു അപ്ഡേറ്റ് യു അബൌട്ട് മൈ ന്യൂ ലൈഫ് ഇൻ മുംബൈ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ താഴത്തൊരു ഇമെയിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്, ഏത് രൂപത്തിലാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം അല്ലേ. ബോഡിയിലാണ് നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റ്സുകളാണ് നമ്മൾ ഓരോ ബോഡി പാരഗ്രാഫുകളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്കൊരു 1 പാരഗ്രാഫ് മതിയായിരിക്കും. ബോഡി പാരഗ്രാഫിൽ നമ്മൾ എത്ര പോയിന്റ്സ് കവർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പാരഗ്രാഫുകൾ കൊടുക്കാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ക്ലോസിംഗ് ആണ്. ക്ലോസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം ലാസ്റ്റ് പാരഗ്രാഫിൽ അല്ലേ. അതുപോലെ തന്നെ കോൾ ടു ആൻ ആക്ഷൻ അല്ലേ. അപ്പോൾ നോക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ
പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ഓഫർ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഇത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്, നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ ഡയലോഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് അല്ലേ. അതുപോലെ തന്നെ നോക്കി നിങ്ങൾ എങ്ങനെ ക്ലോസിംഗ് ഇവിടെ പറയുന്നത്, എങ്ങനെ ക്ലോസിംഗ് എങ്ങനെ നോക്കി നിങ്ങൾ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ടേക്ക് കെയർ, റൈറ്റ് ബാക്ക് സൂൺ അല്ലേ, ഈ ക്ലോസിങ്ങിൽ വരുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, ആ ക്ലോസിങ്ങിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫ്രണ്ട് സർക്കിളൊക്കെ ആണെങ്കിൽ നമ്മൾ ടേക്ക് കെയർ, റൈറ്റ് ബാക്ക് സൂൺ അല്ലെ, തിരിച്ചയക്കാൻ പെട്ടെന്ന് റിപ്ലൈ തരാൻ വേണ്ടി പറയുന്നത്. ഇനി ഫോമലാണ് നോക്ക് നിങ്ങൾ, ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റിപ്ലൈ, ബെസ്റ്റ് റിഗാർഡ്സ്. ഇതൊക്കെ നമ്മളൊരു ഫോമൽ ഒഫീഷ്യൽ പേർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്കതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് അല്ലേ. ഇനി നോക്ക് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഇമെയിലിൻ്റെ സ്ട്രക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. മുകളിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ ആദ്യം ഫ്രം ID, ദെൻ ടു ID അല്ലേ, പിന്നീട് സബ്ജക്റ്റ് ലൈൻ മൈ ന്യൂ ലൈഫ് ഇൻ ദി സിറ്റി അല്ലേ. നേരത്തെ തൊട്ട് മുകളിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് അല്ലേ, മൈ ന്യൂ ലൈഫ് ഇൻ ദി സിറ്റി. പിന്നെ നോക്ക് നിങ്ങൾ ഇവിടെ ഡിയർ അല്ലേ, എന്താണോ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുക അല്ലേ. പിന്നെ നോക്കുകയാണ്, ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ, ഇവിടെ ഓപ്പണിങ് കണ്ടോ നിങ്ങൾ, ഓപ്പണിങ് എങ്ങനെ വന്ന് നോക്ക് നിങ്ങൾ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ അല്ലേ, ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, പിന്നെ ഐ ഹാവ് റീസെൻ്റ്ലി മൂവ് ഫ്രം അവർ സിറ്റി, അവർ quiet village to a bustling city. I wanted to share my experience with you. കണ്ടോ ഇവിടെ നോക്കി നിങ്ങൾ, നമ്മുടെ പേർപ്പസ് എന്താണെന്ന് അല്ലേ, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണെന്ന് കൺവേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് ഇവിടെ കാണാൻ സാധിക്കും, ഐ വാണ്ടഡ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു. അപ്പം ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ഡ്രാഫ്റ്റ് നിങ്ങളവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ്, നോക്കി നിങ്ങൾ, ഐ വുഡ് ലവ് ഫോർ യു ടു വിസിറ്റ് മീ സൂൺ, വി ക്യാൻ എക്സ്പ്ലോർ ദ സിറ്റി ടുഗെദർ, വിസിറ്റ് സം ബ്യൂട്ടിഫുൾ പ്ലേസസ്, എൻജോയ് ഡിലീഷ്യസ് സ്ട്രീറ്റ് ഫുഡ്. നോക്ക് നിങ്ങൾ, ഇവിടെ ഒരു ആക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അവരൊരു തുടർന്നുള്ള അവരുടെ ഒരു റിസൾട്ട്, അവർ മെയിലിൻ്റെ റിസൾട്ടായിട്ട് ഒരു ആക്ഷനെ പ്രൊമോട്ട് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിന്നെ സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യുന്നതും അല്ലേ. ലെറ്റ് മീ നോ വെൻ യു കം, ഐ വിൽ ബി വെയിറ്റിംഗ് അല്ലേ. അതുപോലെ തന്നെ ക്ലോസിങ് നോക്കി നിങ്ങൾ, ടേക്ക് കെയർ ആൻഡ് റൈറ്റ് ബാക്ക് സൂൺ. കണ്ടോ നിങ്ങൾ, ക്ലോസിങ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത് അല്ലേ, ടേക്ക് കെയർ ആൻഡ് റൈറ്റ് ബാക്ക് സൂൺ. ഇങ്ങനെ നിങ്ങളുടെ അതിൻ്റെ ഒരു റിസൾട്ട് എന്തെങ്കിലും ഒരു ആക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ, ഇൻഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് റിഗാർഡ്സ്, അതുപോലെ നിങ്ങളുടെ പേര്, പിന്നെ എന്തെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് അല്ലേ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടൈപ്പിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് പ്രിപ്പറേഷൻ അല്ലേ. അപ്പം ഇവിടെ ഡയലോഗ് പ്രിപ്പറേഷൻ കാണാൻ നിങ്ങൾക്ക് ഡിസംബർ 2022 ഡിസംബർ 2023 സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഏത് ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ഡിസംബർ 2022 അതുപോലെ തന്നെ ഡിസംബർ 2023. ഓക്കെ, അപ്പം നോക്കി നിങ്ങൾ, ഡയലോഗ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഡിസ്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാംഫുൾ ഇമ്പാക്റ്റ് ഓൺ മൊബൈൽ ഫോൺ അല്ലേ. അപ്പം പറയുന്നത് ഇവിടെ ആര് തമ്മിലുള്ള ഡയലോഗ്സ് ആണ്, പാരൻസും ചൈൽഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഡയലോഗ് ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചൈൽഡ് അല്ലേ. എന്തുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് അവർ ഡിസ്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാംഫുൾ, മൊബൈൽ ഫോണിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസും കാണിച്ചുകൊണ്ടുള്ളൊരു ഡയലോഗാണ്, കോൺവെർസേഷൻ ആണ് ഇവിടെ ചോദിച്ചുള്ളത്. സെയിം ആണ് നോക്കി നിങ്ങൾ, റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ ദ പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഡിസ്കസിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മൊബൈലിൻ്റെ ഹാംഫുൾ ഇമ്പാക്റ്റ് ഇതൊന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. യെസ്, ഓക്കെ.
ഇനി ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഡിസ്കസിങ് ഫ്യൂച്ചർ കരിയർ ഓപ്ഷൻസ് അല്ലെ. അതുപോലെ തന്നെ ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഡിസ്കസിങ് പിയർ പ്രഷർ അറ്റ് ദെയർ കോളേജ് ആൻഡ് ഹോസ്റ്റൽസ്. അപ്പം റെഗുലർ ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചു വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ ഹൗ ടു റൈറ്റ് എ ഡയലോഗ് അല്ലെ. ഡയലോഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ടൈപ്പ് കോണ്ടെക്സ്റ്റുകളാണ് നമ്മൾ കോൺവെർസേഷൻ ആണ് വരുന്നത്. ഫോർമൽ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലാണോ അതല്ല ഫോർമൽ കോണ്ടെക്സ്റ്റിലാണോ ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റ് ആണോ നോക്കണം. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് പിന്നെ ഫോർമൽ കോണ്ടെക്സ്റ്റിലും ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലും ഒക്കെ നമ്മൾ തുടങ്ങുന്ന കോൺവെർസേഷൻ തുടങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെ അല്ലേ. ആദ്യം നിങ്ങൾ ഏത് കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് ഡയലോഗ് തുടങ്ങുന്ന സമയത്ത് വേണ്ടത് എന്താണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്, തുടങ്ങാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. അപ്പം ഒരു വാല്യൂ ചെയ്യുന്ന ആൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും, അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ല. അപ്പം നോക്കാം നമുക്ക് എന്താണ് ഒരു ഫോർമൽ കോൺവെർസേഷൻ ആണ് ഡയലോഗ് ആണെങ്കിൽ ഏതൊക്കെ തുടങ്ങാൻ ഏതൊക്കെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ, ഹൗ ആർ യു ടുഡേ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ വോണ്ടഡ് ടു ഡിസ്കസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു അല്ലെ. ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയലോഗ്സിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മേ ഐ ടേക്ക് എ മൊമെൻറ്റ് ഓഫ് യുവർ ടൈം അല്ലെ. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമൽ കോൺവെർസേഷൻ ഡയലോഗ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് നിങ്ങളൊരു ഫോർമൽ കോണ്ടെക്സ്റ്റ് അവസാനിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ. താങ്ക് യു ഫോർ യുവർ ടൈം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു, ഹാവ് എ നൈസ് ഡേ, ഐ വിൽ കീപ് ദാറ്റ് ഇൻ മൈൻഡ്, താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. ലൈക്ക് കോണ്ടെക്സ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഏത് എക്സ്പ്രഷനും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നോക്കാം നമുക്ക് ഇൻഫോർമൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ ഡയലോഗ്. അപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്നത് ഇൻഫോർമൽ ആണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെയുള്ള കോൺവെർസേഷൻ ആണ് സാധാരണ, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിൽ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതാണ്. നോക്കി നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് മെജോറിറ്റി വരുന്നത്, പാരൻ്റ് ചൈൽഡ് കോൺവെർസേഷൻ ആണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വരുന്ന കോൺവെർസേഷൻ ആയിട്ടൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഫോർമൽ കോണ്ടെക്സ്റ്റിൽ സാധാരണ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പം നോക്കി നിങ്ങൾ ഇൻഫോർമൽ ഏതൊക്കെയാണ് നോക്കൂ. അപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ്, ഫ്രണ്ട്ലി സിബിലിങ്സ്, ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കോൺവെർസേഷൻ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് നോക്കാം. ഹേ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, വാട്ട്സ്ആപ്പ്, ഗസ് ദാറ്റ് ഐ ഹാവ് സംതിങ് ടു ടെൽ യു, യു വോണ്ട് ബിലീവ് ദാറ്റ് വാട്ട് ജസ്റ്റ് ഹാപ്പൻ അല്ല. നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഇതുപോലെയൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്, തുടങ്ങാറുള്ളത്. അപ്പം നിങ്ങളോട് ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ ഈ രൂപത്തിൽ എന്ത് ചെയ്തോ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് വേസ് ടു ക്ലോസ് ആൻഡ് ഇൻഫോർമൽ കോൺവെർസേഷൻ. എങ്ങനെ ഇൻഫോർമൽ കോൺവെർസേഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം നോക്ക് നിങ്ങൾ. എങ്ങനെ നമ്മൾ എൻഡ് ചെയ്യിക്കുന്നത് എങ്ങനെ. ഓൾ റൈറ്റ്, ടോക്ക് ടു യു ലേറ്റർ, സി യു സൂൺ, കാച്ച് യു ലേറ്റർ, ടേക്ക് കെയർ ബഡ്ഡി, ലെറ്റേഴ്സ് ഹാങ് ഔട്ട് സൂൺ അല്ലേ. അപ്പം ഇതുപോലെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടിങ്ങുമായി എൻഡിങ്ങും പഠിച്ചു അല്ലേ. ഇനി നോക്ക് നിങ്ങൾ ഇവിടെ ഡയലോഗ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഡിസ്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാർംഫുൾ ഇമ്പാക്റ്റ് ഓഫ് മൊബൈൽ ഫോൺ അല്ലേ. അപ്പം നോക്കി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എക്സ്പ്രഷൻസ് ആണ്, ചില ഗ്രീറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നമ്മൾ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ഡയലോഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അഗ്രി ചെയ്യേണ്ടതായിട്ട് വരും, ഡിസഗ്രി ചെയ്യേണ്ടതായിട്ട് വരും, സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, അഡ്വൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സ്പ്രഷന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് അല്ലേ. അപ്പം നോക്കി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു ഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കാണുന്ന സമയത്താണ് അല്ലേ. ഹേ സ്വീറ്റ് ഹാർട്ട്, ഹൗ വാസ് യുവർ ഡേ, ഗുഡ് മോർണിംഗ് ചാം അല്ലേ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് അത്തരത്തിലുള്ള വേർഡ്സുകളും ഇൻറ്റിമസിയെ കാണിക്കുന്ന വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെയാണ് ഉപയോഗിക്കുക അല്ലേ. പ്രത്യേകിച്ച് ചൈൽഡ് റിലേഷനൊക്കെ ആവുന്ന സമയത്ത്, പാരൻ്റ് റിലേഷനൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു ക്ലോസ്നെസ് ഒക്കെ ഓരോ വേർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പിന്നെ നമ്മൾ ഒരാളുടെ അറ്റൻഷനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവരുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്നതെങ്കിൽ നോക്കി, ലിസൺ ടു മീ ഫോർ എ സെക്കൻഡ് ഡിയർ,
ക്യാൻ വി ടോക്ക് ഫോർ എ മിനിറ്റ്, അല്ലെ? ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ അറ്റൻഷനെ നമുക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ ദ കൺസേൺ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺസേൺ അഡ്വൈസ് കൊടുക്കുകയാണ്, അല്ലേ? അങ്ങനെ അഡ്വൈസ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷനാണ് ഐ ഹാവ് നോട്ടീസ്ഡ് യു ഹാവ് സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ യുവർ മൊബൈൽ, അല്ലേ? അപ്പം ഇതിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഇദ്ദേഹം ആ ഒരു അഡ്വൈസ് രൂപത്തിൽ കൊടുക്കുക. ഐ ഹാവ് നോട്ടീസ് യു ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ യുവർ മൊബൈൽ, ഐ ആം ലിറ്റിൽ വറീഡ് അബൌട്ട് യുവർ ഹെൽത്ത്. നോക്ക് നിങ്ങൾ, ഇത്തരത്തിൽ വരുന്ന കൺസേൺ ചെയ്യുന്ന രൂപത്തിലുള്ള നല്ല സെൻറ്റൻസുകളൊക്കെ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. ഇനി അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ടു മച്ച് സ്ക്രീൻ ടൈം ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഐസ്, പ്ലേയിങ് ഔട്ട്സൈഡ് വിൽ ഹെൽപ്പ് യു ഫീൽ ഫ്രഷ് ആൻഡ് ആക്റ്റീവ്. ഇതുപോലുള്ള അഡ്വൈസുകൾ, പിന്നെ അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ, അല്ലെ? അതുപോലെ തന്നെ അഗ്രിമെൻറ്റ്, ഡിസഗ്രിമെൻ്റ് ഒക്കെ നമ്മൾ ഡയലോഗിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പം ആ ഒരു കുട്ടി നമ്മൾ ആ കൊടുത്ത അഡ്വൈസിന് ചിലപ്പം കുട്ടി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നേരെ തിരിച്ച് അത് ഡിസഗ്രി ചെയ്യുന്നതാണെങ്കിലോ, നോക്കി, ബട്ട് മോം എവ്രി വൺ യൂസസ് മൊബൈൽ ഫോൺസ് ദീസ് ഡേയ്സ്, ഡാഡ് ഐ ഡോണ്ട് സീ ദി പ്രോബ്ലം, അല്ലേ? അപ്പം കുട്ടി ഡിസഗ്രി ചെയ്താണ്, ഒരിക്കലും സമ്മതിക്കുന്നില്ല, അല്ലേ? എന്നാൽ പാരൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾ, ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ബാലൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ഉപയോഗിക്കാം, ബട്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഉണ്ടായിരിക്കണം. വി ആർ നോട്ട് സെയിങ് ഡോണ്ട് യൂസ് ഇറ്റ് ബട്ട് ലിമിറ്റ് യുവർ ടൈം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന്, ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സമയത്ത്, വേർഡ് ഉപയോഗിക്കുന്ന സമയത്ത്, ഡിസഗ്രിമെൻ്റ് കാണിക്കുന്ന സെൻറ്റൻസുകൾ, അഡ്വൈസ് കാണിക്കുന്ന സെൻറ്റൻസുകളൊക്കെ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ, അല്ല? പിന്നെ നമ്മൾ ചിലപ്പം അപ്പോളജൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? എന്താ അപ്പോളജൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പല മിസ്റ്റേക്സിനൊക്കെ നമ്മൾ പിന്നെ ക്ഷമ ചോദിക്കുന്ന ചില സെൻറ്റൻസുകൾ പറയേണ്ടതായിട്ട് വരും. ആ സമയത്താണ് എന്ത്? സോറി മോം, ഐ ഡിഡ് നോട്ട് റിയലൈസ് ഐ വാസ് യൂസിങ് ഇറ്റ് സോ മച്ച്, ഐ ഗസ് യു ആർ റൈറ്റ് ഡാഡ്. അപ്പം ഇതുപോലെ നമ്മൾ എഗ്രി ചെയ്യുന്നതും ഡിസഗ്രി ചെയ്യുന്നതും അപ്പോളജൈസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ എൻഡിങ് വിത്ത് പോസിറ്റീവ് നോട്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നോക്ക് നിങ്ങൾ, എൻഡിങ് വിത്ത് എ പോസിറ്റീവ് നോട്ട്. ലെറ്റ് us ഗോ ഫോർ എ വാക്ക് ടുഗെദർ, ഹൗ അബൌട്ട് സൈക്ലിംഗ് ദിസ് വീക്കെൻഡ്, അല്ലെ? എങ്ങനെ എന്തെങ്കിലും ആ ഒരു പിന്നെ കോൺവെർസേഷനൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുട്ടികളുടെ അറ്റൻഷനെ, ശ്രദ്ധയൊക്കെ കിട്ടുന്ന രൂപത്തിൽ, പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ചില സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പിന്നെ ഈ ഒരു കോൺവെർസേഷനെ, ഡയലോഗിനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്സിൽ ഒരു 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ പാസ്സാവുന്ന രൂപത്തിലേക്ക് ഈ ഒരു 2 ക്വസ്റ്റ്യനെ തന്നെ നിങ്ങൾക്ക് പിന്നെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്. എനിവേ, പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ഹാവ് എ നൈസ് ഡേ.